ബോസ് സീസൺ 7 രാവിലെ തന്നെ നമ്മുടെ അനുമോളോട് ദേഷ്യപ്പെടുകയാണ് ഷാനവാസ്. നിന്നോട് ആരാണ് കിച്ചൺ ക്യാപ്റ്റൻ്റെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് ആപ്പിൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞത്? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാവരുടെയും കാണുകയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ആപ്പിൾ എടുക്കുന്നു, എനിക്ക് ആ കഞ്ഞിയൊന്നും വേണ്ട. ആകെ 10 പേർക്കുള്ള കഞ്ഞി ഉണ്ടാക്കി 21 പേരുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ, എന്നിട്ട് ആ കഞ്ഞി കുടിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ എന്താണെങ്കിലും ഈ ആപ്പിളാണ് കഴിക്കുന്നതെന്ന്. എന്നിട്ട് അനുമോളുടെ കയ്യിൽ നിന്ന് ആപ്പിളും കഷ്ണം തട്ടിപ്പറിക്കുന്നുണ്ട്. അത് ഞാൻ അവിടെ കൊണ്ടുവെക്കാമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, ഇത് ഞാൻ കഴിച്ച ആപ്പിളാണ്, ഞാൻ കഴിച്ച ആപ്പിൾ എന്തിനാണ് അവിടെ കൊണ്ടു നോക്കുന്നത്? മസ്താനിയും അതേപോലെ പലരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, പിന്നെ ഞാൻ എടുക്കുന്നതിന് എന്താ പ്രശ്നം? നീ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് തരില്ലേ? പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അനുമോളോട് ദേഷ്യപ്പെട്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ആപ്പിൾ മാത്രമാണ് എടുത്തത്, എനിക്കിനി ആപ്പിൾ വേണ്ടാന്ന് അനുമോൾ പറയുന്നുണ്ട്. അനുമോൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട്, ഞാൻ ഇനി ആപ്പിളും കഴിക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ ആപ്പിളാണ് എടുത്തത്, അത് എല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നു. അപ്പോഴേക്കും അഭിലാഷും എല്ലാവരും വന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുമോളുടെ ആപ്പിളല്ലേ എടുത്തത്, അവളത് കഴിച്ചോട്ടെ, അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞത്. രാവിലെ തന്നെ നമ്മുടെ ലക്ഷ്മി ഷാനവാസിനെ നിർത്തി പൊരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സഹായം കിച്ചണിൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ശരത്തടക്കമുള്ളവർ എന്താണ് ഭക്ഷണം കിട്ടാത്തത് എന്നൊരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. അത് ലക്ഷ്മി നന്നായി പറയുകയും ചെയ്തു, ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞങ്ങളിനി എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ ഷാനവാസിന് പറ്റിയില്ല. അതിനുശേഷം റെന ഫാത്തിമയായിട്ട് വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. കിച്ചണിൻ്റെ സ്റ്റൗവൊന്നും വൃത്തികേടായിട്ടായിരുന്നു ഇരുന്നത്, മാവെല്ലാം ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് റെന ചെയ്തില്ല. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെനയുമായിട്ട് ഭയങ്കര രീതിയിലുള്ള ഫൈറ്റാണ് നടന്നത്. ഷാനവാസ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരോടും ദേഷ്യപ്പെട്ട് തന്നെയാണ് നടക്കുന്നത്.